സാറേ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ബജറ്റിലെ വിവരങ്ങളൊക്കെ ചോർന്നു പോകാതെ രഹസ്യമായി എങ്ങനെ സൂക്ഷിക്കുക? ഇന്ത്യയുടെ ബജറ്റ് ചെറിയ തോതിൽ 2 തവണ ചോർന്നിട്ടുണ്ട്. അത് 1947-48 ആദ്യ ബജറ്റും അത് സർ RK ഷൺമുഖം ചെട്ടി അവതരിപ്പിച്ചതാണ്. 1950 ജോൺ മത്തായി അവതരിപ്പിച്ച ബജറ്റും ചെറിയ തോതിൽ ചോർന്നിരുന്നു. ഷൺമുഖം ചെട്ടി കൊച്ചിയിൽ ദിവാനായിരുന്നു അതിനു മുമ്പ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതാണ് ഷൺമുഖം റോഡ്. അതാണ് ഷൺമുഖം റോഡ്. അപ്പോൾ ആദ്യ ബജറ്റ് അതിനൊരു സാഹചര്യം, ചോരാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് അനുകൂലമായിരുന്നു ഈ ജസ്റ്റിസ് പാർട്ടി. തമിഴ്നാട്ടിൽ ആണത് ഉണ്ടായത്, ജസ്റ്റിസ് പാർട്ടി. അപ്പോൾ ആ കോൺഗ്രസിന് വിരുദ്ധമായി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വിരുദ്ധമായി, ബ്രാഹ്മിൻ വിരുദ്ധവും ഒക്കെ ആയിട്ടുള്ള ജസ്റ്റിസ് പാർട്ടി. ആ ജസ്റ്റിസ് പാർട്ടിയിൽ അംഗമായിട്ടാണ് ഷൺമുഖം ചെട്ടി മന്ത്രിയായിരുന്നത് ആ സമയത്ത്. അത് അങ്ങനെ ഈ ഒരു ബ്രിട്ടീഷ് പക്ഷപാതിത്വമുള്ള ആളെന്നുള്ള നിലയ്ക്കായിരിക്കണം ഒരു ചോർച്ച അന്നുണ്ടായതെന്ന് വേണം കരുതാൻ. ബ്രിട്ടീഷ് ചാൻസലർ ഓഫ് ദി എക്സ്ചക്കർ, അതായത് ബ്രിട്ടീഷ് ധനമന്ത്രി അന്ന് ഹ്യൂഗ് ഡാൾട്ടൺ ആയിരുന്നു. ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഹ്യൂഗ് ഡാൾട്ടൺ ഒരു പത്ര റിപ്പോർട്ടറോട് ഇന്ത്യയുടെ ബജറ്റിൽ ഇന്നിന്ന നികുതികളിൽ മാറ്റം വരും, ഇന്നിന്ന നികുതികളായിരിക്കും ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞു. സംസാരിച്ചതാണ് അത്. മറ്റേ RK ഷൺമുഖം ചെട്ടിയുടെ ബജറ്റ് പ്രസംഗത്തിന് മുമ്പ് തന്നെ അവിടെ പത്രത്തിൽ അച്ചടിച്ചു. ആ അച്ചടിച്ചതിനെ തുടർന്ന് ഈ ബ്രിട്ടീഷ് ധനമന്ത്രി ഡാൾട്ടന് രാജിവെക്കേണ്ടി വന്നു. അങ്ങേർക്ക് അറിയാമെങ്കിലും, ഷൺമുഖം ചെട്ടി പറഞ്ഞിരിക്കാം, എന്നാലും അറിയാമെങ്കിലും ഇത് പുറത്തു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ, ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. 1950 ജോൺ മത്തായി കേരളത്തിൽ നിന്ന് തന്നെയുള്ള ആള് ഇത് അവതരിപ്പിക്കുമ്പോൾ, ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അന്ന് ഇത് അച്ചടിക്കുന്ന പ്രസ് രാഷ്ട്രപതി ഭവന്റെ അകത്ത് തന്നെയായിരുന്നു. രഹസ്യം സൂക്ഷിക്കുക എന്നുള്ള മട്ടിലാണ് രാഷ്ട്രപതി ഭവന്റെ അകത്ത് തന്നെ അച്ചടിച്ചത്. അപ്പൊ അങ്ങനെ അവിടെ അച്ചടിച്ചതാണ് ആ ബജറ്റിലെ ഒരു ഭാഗം ലീക്ക് ചെയ്തു പോയത്, ചോർന്നത്. അപ്പോൾ അത് അവിടെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നിയിട്ട് ഈ മിൻറ്റോ റോഡിലെ ഒരു പ്രസ്സിൽ ബജറ്റ് അച്ചടിക്കാൻ തുടങ്ങി, ഡൽഹിയിൽ മിൻറ്റോ റോഡിൽ. അത് കഴിഞ്ഞ് 1951 മുതൽ 1980 വരെ ഈ മിൻറ്റോ റോഡ് പ്രസ്സിലാണ് ഇത് അച്ചടിച്ചുകൊണ്ടിരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഇത് രഹസ്യമാണ്. 70 കൊല്ലമായിട്ട് ഈ രഹസ്യം ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് വരെ ഒന്നും പുറത്തു വരില്ല. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി ഞാൻ പറയുക. പഴയ പാർലമെന്റ് മന്ദിരത്തിലാണ് ഈ ധനമന്ത്രാലയത്തിൻ്റെ ഓഫീസൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ നോർത്ത് ബ്ലോക്കിൽ അതിൻ്റെ സെല്ലാർ, നിലവറ, താഴെ ബേസ്മെന്റിൽ ആണ് ഇപ്പോൾ ഇത് അച്ചടിക്കുന്ന പ്രസ് ഉള്ളത്. അതിൻ്റെ അവിടെ തന്നെയാണ് പ്രസ് ഉള്ളത്. ധനമന്ത്രാലയത്തിൻ്റെ നേരെ താഴെ തന്നെയാണ് പ്രസ് ഇരിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ധനമന്ത്രാലയത്തിലെ ഈ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ക്വാറന്റൈനിലാവും. മുമ്പാണെങ്കിൽ ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കണമായിരുന്നു. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അവരെ ക്വാറന്റൈനിൽ വിടും. ഈ ഉദ്യോഗസ്ഥന്മാരെ സന്ദർശകരെ സ്വീകരിക്കാൻ പറ്റില്ല. ഒരു മാധ്യമത്തിൽ നിന്നും ആരെയും അങ്ങോട്ട് കടത്തി വിടില്ല. ഇത് ബജറ്റ് അവതരിപ്പിക്കുന്നത് വരെ, ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത് വരെ ഈ ക്വാറന്റൈൻ തുടരും.
പ്രവേശന കവാടങ്ങളിലൊക്കെ കാവല് കാണും. ഇവർക്കൊന്നും മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ്? അതുകൊണ്ടും പറ്റില്ല. അതുകൊണ്ടും പടമൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയക്കാമല്ലോ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ. അപ്പോൾ പ്രവേശന കവാടങ്ങളിൽ കാവല്, IB ഇന്റലിജൻസ് ബ്യൂറോ ആ ഭാഗമൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും, നിരീക്ഷണത്തിൽ വെക്കും. ഡൽഹി പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ആ നോർത്ത് ബ്ലോക്കും പരിസരങ്ങളും ഒക്കെ ഈ പ്രസ് ഇരിക്കുന്ന ഭാഗമൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഇൻ്റലിജൻസ് ടീമിൻ്റെ തലവനായിട്ട് ആ സമയത്ത് ജോയിൻറ്റ് സെക്രട്ടറിയാണ് വെക്കുക. ആ സമയത്തേക്ക് അവിടെ മാത്രമുള്ള സംവിധാനത്തിൻ്റെ ചീഫായിട്ട് ജോയിൻറ്റ് സെക്രട്ടറിയെ വയ്ക്കും. ആ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, എവിടെ പോകുന്നു, എന്തൊക്കെ ജോലി ചെയ്യുന്നു, മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നുണ്ടോ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ വളരെ സുപ്പീരിയറായ ആളുകളുടെ കയ്യിലൊക്കെ ഫോണൊക്കെ ഉണ്ടാകാം. ആ ഫോണുമൊക്കെ സകല ഫോണുകളും, ചിലപ്പോൾ ഫോണുകൾ വേറെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റാത്തത് വേറെ സ്ഥലത്തുണ്ടാകാം, അതുമൊക്കെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ ഫോണിൽ നിന്നൊക്കെ വിവരം പോകുന്നുണ്ടോ എന്നുള്ളത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. 10 ദിവസം 100 ഉദ്യോഗസ്ഥർ ചേർന്നാണ് ഈ ബജറ്റ് തയ്യാറാക്കുന്നത്. 10 ദിവസം. 10 ദിവസം. ബാഹ്യലോകവുമായി അവർക്കൊരു ബന്ധമില്ല, കുടുംബവുമായിട്ടും ബന്ധമില്ല. അടിയന്തര ഘട്ടത്തിൽ ഇപ്പോൾ കുടുംബത്തിനോ മറ്റൊരു വിവരം അറിയിക്കണം എന്നിരിക്കട്ടെ ഒരു ഉദ്യോഗസ്ഥന്, അത് ആ ഉദ്യോഗസ്ഥന് നേരിട്ട് അറിയിക്കാനായിട്ട് സംവിധാനം ഇല്ല. ഇതൊരു സന്ദേശമായിട്ട് കൊടുക്കാം അവർക്ക്. എന്നിട്ട് ഈ നമ്പറിൽ നിന്നാണ് വിളിച്ചത്. അത് അടിയന്തര സന്ദേശമാണെങ്കിലേ പാടുള്ളൂ, അല്ലാതെ ഇവിടെ പാല് തീർന്നു പോയി എന്നുള്ളതല്ല. വളരെ എമർജൻസി ആണെങ്കിൽ മാത്രം. അതെ, അത് വലിയ മരണോ അങ്ങനത്തെ വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കണം. അത് കൊടുക്കാം. ആ സന്ദേശം റെക്കോർഡ് ചെയ്യാം. ഒരു നമ്പറും ഈ നമ്പറിൽ നിന്നാണ് വിളിച്ചതെന്നും പറയാം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ഉദ്യോഗസ്ഥനെ അടിയന്തര സ്വഭാവം നോക്കിയിട്ട് മാത്രമേ അറിയിക്കുള്ളൂ. സാധാരണ കുടുംബക്കാർ പല ആളുകളും ഇന്നലെ ഞാൻ അമ്മായിയെ കണ്ടു എന്നൊക്കെ ആ വക കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റില്ല. ധനമന്ത്രിക്ക് മാത്രം ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ കാണാം, സംവദിക്കാം, സംസാരിക്കാം. ഈ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ മേധാവി ആ നോർത്ത് ബ്ലോക്കിൽ താഴെ സെല്ലാറിൽ പ്രസ് ഇരിക്കുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് മിന്നൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കും ഇൻ്റലിജൻസ് ബ്യൂറോയുടെ മേധാവി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം, അത് അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ പെട്ടതാണ്. അവസാന ഘട്ട ബജറ്റ് തയ്യാറെടുപ്പ് ാണ് ഈ ഹലുവ ചടങ്ങ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ധനമന്ത്രി മധുരം കൊടുക്കും, ഹലുവ. അതാണ് നമ്മൾ പത്രത്തിൽ പടമൊക്കെ കാണുന്നത്, ഹലുവ കൊടുക്കുന്ന ചടങ്ങ്. അത് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ, ഹലുവ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ ബജറ്റ് അച്ചടിയിലേക്ക് പോവുകയാണ്. അതിനുശേഷമാണ് അച്ചടിയിലേക്ക് പോകുന്നത്. ധനമന്ത്രാലയത്തിലുള്ള ഈ ഉദ്യോഗസ്ഥരല്ലാതെ ക്വാറന്റൈനിൽ പോകുന്ന ആളുകളും ഉണ്ട്. അതാരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമ മന്ത്രാലയത്തിലെ ലോ മിനിസ്ട്രിയിലെ എക്സ്പെർട്സ്, വിദഗ്ധന്മാർ, നിയമവിദഗ്ധർ. പിന്നെ CBDT എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, പ്രത്യക്ഷ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, അവരും ക്വാറന്റൈനിൽ പോകും. CBEC ഉദ്യോഗസ്ഥർ, അതായത് ബോർഡ് ഓഫ് കസ്റ്റംസ് ആൻഡ് എക്സൈസ്, ആ നികുതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അവരും ക്വാറന്റൈനിൽ പോകണം. ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബജറ്റിൽ വരുമോന്നറിയില്ല എന്നൊക്കെ ചിലർ പറയാൻ സാധ്യതയുണ്ടല്ലോ. ഓരോരുത്തരും അവരുടെ പൊങ്ങച്ചം പറയല്, മെയിന് നടക്കല്, ആ പരിപാടി പറ്റില്ല. പിന്നെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഇവരോടൊപ്പം കുറച്ച് സമയമൊക്കെ കഴിയാം. അതെന്തിനാന്ന് വെച്ചാൽ പത്രക്കുറിപ്പുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതും ആ അവസാന ഘട്ടത്തിലേ പറ്റുള്ളൂ. അച്ചടി വിദഗ്ധന്മാർ, അതായത് ഈ ടെക്നോളജി അറിയാവുന്ന ആളുകൾ, സ്റ്റെനോഗ്രാഫർമാർ, അവരൊക്കെ ഇവരുടെ കൂട്ടത്തിലുണ്ടാവും. സ്റ്റെനോഗ്രാഫർമാർ ഇത് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ പെട്ടെന്ന്. സ്റ്റെനോഗ്രാഫർമാരുടെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, അത് നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്റർ NIC,
അതിൽ നിന്ന് ഡീലിങ്ക് ചെയ്യും. ഇതിൽ നിന്നുള്ള വിവരമൊന്നും ഈ ദേശീയ കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അത് ഡീലിങ്ക് ചെയ്യും. അതല്ല, മന്ത്രാലയത്തിൻ്റെ അകത്ത് മൊബൈൽ ജാമറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വിളിച്ചാൽ തന്നെ പോവില്ല, ഇങ്ങോട്ടുള്ളതും പോവില്ല ജാമർ. അത് കോളുകൾ ബ്ലോക്ക് ചെയ്യാനാണ്, ചോർച്ച നിർത്താനുമാണ് ഈ മൊബൈൽ ജാമർ അവിടെ വച്ചിരിക്കുന്നത്. 10 ദിവസം എന്തെങ്കിലും അടിയന്തര ഘട്ടം പ്രതീക്ഷിച്ചിട്ട് ഡോക്ടർമാരുടെ ഒരു സംഘം തയ്യാറായിട്ട് ആ മന്ത്രാലയത്തിൽ ഉണ്ടാവും. ഇത് തയ്യാറാക്കുന്ന അവിടെ കാണും. ഇതിൽ 2 രേഖകൾ പ്രധാനമാണ്. ഒന്ന് ബജറ്റ് തന്നെ, മറ്റേത് ബ്ലൂ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. നീല ഷീറ്റ്, നീലക്കടലാസ് എന്നൊക്കെ പറയാവുന്നത്. ആ ബ്ലൂ ഷീറ്റിലാണ് ബജറ്റിൽ ഒരുപാട് സംഖ്യകൾ വരുമല്ലോ, കണക്കുകൾ. ഇങ്ങനെയാണ്, അങ്ങനെയാണ്, GDP ഇത്രയാണ്, മുമ്പ് ഇങ്ങനെയായിരുന്നു, കഴിഞ്ഞ ബജറ്റിൽ ഇങ്ങനെയായിരുന്നു, ആ പ്രധാനമന്ത്രി ആവാസ് യോജന അനുസരിച്ചിട്ട് ഇത്ര വീട് എന്നൊക്കെ പറഞ്ഞ് ഡാറ്റ ഉണ്ടല്ലോ. ആ ഡാറ്റ എഴുതി ശേഖരിച്ചിരിക്കുന്ന കടലാസ്, അതാണ് ബ്ലൂ ഷീറ്റ് എന്ന് പറയുന്നത്. അതാണ് ബ്ലൂ ഷീറ്റ്. ആ ബ്ലൂ ഷീറ്റിൽ നിറച്ചും അക്കങ്ങളായിരിക്കും. അത് ധനമന്ത്രിക്ക് പോലും അത് കൊടുക്കില്ല, ആ ബ്ലൂ ഷീറ്റ്. കാരണം ബജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണല്ലോ ധനമന്ത്രിക്ക് കൊടുക്കുന്നത്. ജോയിന്റ് സെക്രട്ടറി ബജറ്റ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, ബജറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ജോയിന്റ് സെക്രട്ടറി. അദ്ദേഹമാണ് ഈ ബ്ലൂ ഷീറ്റ് സൂക്ഷിക്കുന്ന ആള് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ബജറ്റ് സ്പീച്ച് തയ്യാറായി കഴിഞ്ഞാൽ അത് 2 ദിവസം മുമ്പ്, ബജറ്റ് അവതരിപ്പിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് പ്രസ്സിലേക്ക് കൊടുക്കുന്നത്. പാതിരയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ അവർ അച്ചടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ, അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. അന്നേരം അച്ചടി തുടങ്ങുക ആ സമയമല്ലേ? അതെ, തുടങ്ങുകയാണ്. അച്ചടി കഴിഞ്ഞു കഴിഞ്ഞാൽ മുമ്പൊക്കെ ഇത് ആ ബജറ്റ് അച്ചടിച്ച ബജറ്റ് ഉണ്ടല്ലോ, അതൊരു ബ്രീഫ് കേസിൽ ആണ് ഇട്ടുകൊണ്ടിരുന്നത്. അതെ, നിർമ്മല സീതാരാമൻ വരുന്നത് വരെ. അവരാണ് 2019 ബാഹി ഘാട്ട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രേഖകളൊക്കെ നമ്മൾ ലെഡ്ജർ പോലെയൊക്കെ സൂക്ഷിക്കില്ലേ കമ്പനികളിലൊക്കെ, അങ്ങനെ ആദ്യം അവർ ചെയ്തിരുന്നത് അങ്ങനെ ഈ ബാഹി ഘാട്ട എന്ന് പറഞ്ഞാൽ ഈ രേഖകളൊക്കെ വെച്ചിട്ട് ഒരു ഫയൽ ഇങ്ങനെ ഇത് ചെയ്യില്ല, 4 വശവും അല്ലേ? അതെ, ഈ സിപ്പുള്ളത് 4 വശം. അതിൻ്റെ അകത്താണ് അവർ ആദ്യം ബജറ്റ് സൂക്ഷിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോൾ അവരൊരു ടാബ്ലറ്റ്, ആ ചുമന്ന നിറത്തിലുള്ള ആവരണത്തിൻ്റെ ഉള്ള ഒരു ടാബ്ലറ്റിലാണ് ഇത് മുഴുവൻ ഇപ്പൊ ധനമന്ത്രി കൊണ്ടുവരുന്നത്. പണ്ട് വലിയ സൂട്ട് കേസിലൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്ന ഒരു വലിയ പടം പാർലമെന്റ് മന്ദിരത്തിന്റെ അവിടെ കാണിക്കുക, ചിത്രം എടുക്കുക, കാറിനകത്ത് ഇറങ്ങുമ്പോൾ അത് പിടിച്ചോണ്ടിറങ്ങുന്നതിൽ നിന്ന് കൊടുക്കുന്നതാണ്. അവര് പോലും അത് ആ സമയത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ എത്ര സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ ക്വാറന്റൈനൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും ഇത് ചോർത്താനൊക്കെ അങ്ങനെ ശ്രമിക്കുമോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യത? അതിന് പുറത്ത് സന്നാഹം ഉണ്ടല്ലോ, കാവലുണ്ട്, ഈ ചാരന്മാർ ഒക്കെ അവിടെ സന്നാഹമുണ്ട്. അതൊന്നും ആ ജോലിയിലൊന്നും അവർക്ക് വീഴ്ച വരുത്താനൊന്നും ഒരു സാധ്യതയില്ല. പണ്ട് കേരളത്തിൽ കെ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കൗമുദി പത്രത്തിൽ ഒരു ബജറ്റ് പട്ടെന്താണ് പിള്ളയുടെ കാലത്തോ മറ്റോ ചോർത്തിട്ട് പട്ടം ശരിക്കും വെള്ളത്തിലായിട്ടുണ്ട്. അത് ഗവൺമെൻറ് പ്രസ്സിലാണ് അച്ചടിച്ചുകൊണ്ടിരുന്നത്. അത് ആ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തോ അപ്പുറത്തോ കണ്ടാണ്. അപ്പം ബജറ്റിൽ ഇത് ജോലി ചെയ്യുന്ന ആരോ ആണ് അത് ചോർത്തി കൊടുത്തത്. അദ്ദേഹത്തിന് വലിയ RSPയിലും ഒക്കെ വലിയ സ്വാധീനമുള്ള ആളാണല്ലോ തൊഴിലാളികൾക്കിടയിൽ. അപ്പം പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. അതെ, കേരളത്തിലും ആ ഒരു ചോർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ABC പ്രേക്ഷകർക്ക് ഈ ബജറ്റ് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്, രഹസ്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് വിശദമായി തന്നെയാണ് സാറ് പറഞ്ഞു കൊടുത്തത്. അപ്പം എന്തായാലും അതൊരു വലിയ കാര്യമായി. അപ്പം കണക്കൊക്കെ മറ്റ് മാധ്യമ പ്രവർത്തകർ കൈകാര്യം ചെയ്തോട്ടെ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.